ലഹരിക്കേസിൽ നിയമ ഭേദഗതി തേടി കേരളം. കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെടും. NDPS നിയമപ്രകാരം മറ്റൊരു സംസ്ഥാനത്ത് കുറ്റകൃത്യം നടന്നാൽ ഇടപെടാൻ ആകുന്നില്ല എന്നാണ് കേരളത്തിന്റെ വാദം. S. ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ശ്യാം, റിജിത്ത്, നിലവിൽ കേന്ദ്ര സർക്കാരിന്, പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ചട്ടഭേദഗതി ആവശ്യപ്പെട്ട് കേരളം കത്ത് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ രാസലഹരി എത്തുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് എന്ന കേരളത്തിനും കേരളത്തിലെ അന്വേഷണ ഏജൻസികൾക്കും അറിയാം. ഇതിന്റെ ഉറവിടവും പോലീസിന് വളരെ വ്യക്തമായി അറിയാം. പക്ഷേ ഒരു സാഹചര്യത്തിലും ആ ഉറവിടങ്ങളിൽ എത്തി പരിശോധനയ്ക്കോ പിടികൂടുന്നതിനോ കേരള പോലീസിനോ എക്സൈസിനോ സാധിക്കുന്നില്ല. കാരണം അത് NDPS നിയമത്തിലെ ഒരു വ്യവസ്ഥയുടെ പ്രശ്നമാണത്. ആ വ്യവസ്ഥ ഭേദഗതി ചെയ്യണമെന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം. മറ്റൊരു സംസ്ഥാനത്ത് ലഹരിയുടെ സാന്നിധ്യവും കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അതെത്തുന്ന ഉറവിടവും കണ്ടെത്തിയാൽ ആ സംസ്ഥാനത്തെ ബന്ധപ്പെട്ട ഏജൻസികൾ അറിയിക്കണമെന്നും അവരുടെ സഹായത്തോടെ പരിശോധന പാടുള്ളൂ എന്നുമാണ് നിലവിലെ ചട്ടം. ഇത് രഹസ്യങ്ങൾ ചോരുന്നതിനും ലഹരി കച്ചവടക്കാർ രക്ഷപ്പെടുന്നതിനും ഇടയാക്കുന്നുവെന്നാണ് കേരളത്തിന്റെ വാദം. ഏതായാലും ഈ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണം എന്ന് തന്നെയാണ് കേരളം ഇപ്പോൾ ആവശ്യപ്പെടാൻ പോകുന്നത്. ശരി, S. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.